ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ശ്രീയേട്ടനും കുട്ടികളും എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേന് വെറുതെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം, അപ്പോൾ ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റും വരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭയങ്കര മടിയടിച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് എടുത്തിട്ട് ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്നൊരു ക്യാബേജ് എടുത്തിട്ട് അതിൻ്റെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ പോലെ തേങ്ങ അരച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വല്ലതും ഓടത്തില്ല. ഈ മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടും. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടിട്ട് പുതുക്കെ എൻ്റെ ജോലികൾ തുടങ്ങി. സാധാരണ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞാൻ ജ്യോതി ചേച്ചിയെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യും. ഇവിടെ പിന്നെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, നമ്മുടെ മലയാളീസ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കാരണം കൂട്ടുകാരൊന്നും വലുതായിട്ടില്ല. ഒരുപാട് മൊത്തം ഹിന്ദിക്കാരാണ്. കാണുമ്പോൾ ഹായ് ബൈ പറയും, അതേ ഉള്ളൂ. അല്ലാത്ത ആരുമായിട്ടുള്ള കണക്ഷനും അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ ആകപ്പാടുള്ളത് ജ്യോതി ചേച്ചിയും ശാലിനി, എൻ്റെ ഫ്രണ്ട്സ്, അവരെയൊക്കെ ഇടയ്ക്ക് വിളിക്കുക. അങ്ങനെ ആ ടൈമിൽ ഫ്രീ ടൈമിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരോടെങ്കിലൊക്കെ ഫോൺ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ ജോലികൾ പെട്ടെന്ന് നടക്കും. ചില ദിവസം ഞാനിങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയോ, പാത്രം കഴുകണം, ചോറ് വെക്കണം, കറി വെക്കണം, എന്തെങ്കിലുമൊക്കെ ജോലികൾ വേണം. ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പം ഒന്നുകിൽ ഞാൻ ഇതിലൊരു ഇഷ്ടമുള്ളൊരു പാട്ട് വെക്കും. കൂടുതലും ഞാൻ പഴയ മെലഡി സോങ്സൊക്കെയാണ്, എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അതൊക്കെ കേട്ട് ഇങ്ങനെ ലയിച്ചിരുന്ന് ഞാൻ ഓരോ കുക്കിങ്ങൊക്കെ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വിളിക്കും. എനിക്ക് വീട്ടിൽ വിളിക്കും. അല്ലെങ്കിൽ മെയിനായിട്ട് ഞാൻ എപ്പോഴും വിളിക്കുന്നത് ജ്യോതി ചേച്ചിയാണ്. ജ്യോതി ചേച്ചിയെ വിളിച്ച് ചിലപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് വിളിച്ചാൽ ചിലപ്പോൾ 1 മണിയാകുമ്പോഴായിരിക്കും കോള് കട്ട് ചെയ്യുന്നത്. ജ്യോതി ചേച്ചിയുടെ ജോലി നടക്കും, എൻ്റെ ജോലി നടക്കും. ഞങ്ങളങ്ങനെ പുരാണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഇന്നാണ് ഞങ്ങൾ ജ്യോതി ചേച്ചിയെ വിളിക്കുന്നത്. പിന്നെ ചേച്ചിക്ക് ഇന്ന് മോൻ്റെ സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചാലും കിട്ടത്തില്ലല്ലോ, ചേച്ചി തിരക്കില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു വീഡിയോ അങ്ങ് ആക്കി കളയാമെന്ന് കരുതി. ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ്. ഇവിടെ ആകെപ്പാടെ സിക്കിമിൽ 2 സീസണേ ഉള്ളൂ. ഒന്നുകിൽ ഒരു തണുപ്പും മഴയും. 6 മാസം തണുപ്പും 6 മാസം മഴ. ഈ മഴ വന്നാൽ തണുപ്പ് മാറത്തൊന്നുമില്ല കേട്ടോ. ഈ മഴ സമയത്ത് നല്ല തണുപ്പാണ്. മഴ സമയത്താണ് ഇവിടെ ഭയങ്കര ഫോഗ്. ഇവിടെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മഴ തുടങ്ങി. മഴയുടെ സീസണായെന്നാണ് പറഞ്ഞത്. എൻ്റെ പേടി അതല്ല, മഴയുടെ സീസണായി കഴിഞ്ഞ് ഇവിടെ വേറെ കുറച്ച് ആളുകളെത്തും. വേറെ ആരുമല്ല, ജോക്ക്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഫസ്റ്റ് ടൈം ജോക്ക് അടിച്ചൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നെങ്കിലുമൊക്കെ ആൾ ഇടിച്ച് കയറി വരും. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും എവിടെയെങ്കിലുമൊക്കെ കാണും. ഇവിടെ സ്ഥിരമായിട്ട് ജോക്കിൻ്റെ കടി കിട്ടുന്ന ശ്രീയേട്ടനാണ്. ഇവിടെയാണെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചോദി നോക്കുന്നിടത്തെല്ലാം ഈ സംഗതി കാണും. നമ്മൾ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടാലും സംഗതി കയറി വരും. ആ ഒരു പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതുവരെ ഈ വർഷം ആർക്കും ജോക്കിൻ്റെ കടി കിട്ടിയില്ല. ഫസ്റ്റ് ആർക്ക് കിട്ടുമെന്നുള്ളൊരു ഇതിലിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടാണ് കേട്ടോ. തട്ടിക്കൂട്ട് കറിയൊക്കെ വെച്ചു, ക്യാബേജ് തോരൻ എൻ്റെ എല്ലാം റെഡിയായിട്ട് വെച്ചു. പിന്നെ ഞാൻ കരുതുന്ന രസം ഉണ്ടാക്കാൻ കരുതി. രസമാണെങ്കിൽ ഇവിടെ ശ്രീയേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. രസം ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ രസം കഴിക്കാൻ. അങ്ങനെ രസത്തിൻ്റെ സംഗതികളൊക്കെ വെച്ചു, രസമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. മഴ നല്ലതായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഫോഗാണ് വെളിയിൽ, അതിൻ്റെയാണ് നല്ല വെട്ടം ജനലിക്കട. നല്ല ഫോഗുണ്ട്. വെള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റത്തില്ല. അതേ രീതിയിൽ ഫോഗാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനലിക്കട നമ്മുടെ കാഞ്ചൻജംഗ ഉണ്ടല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ 3-ാം സ്ഥാനം കാഞ്ചൻജംഗയ്ക്കല്ലേ. ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് കാണാം. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ നല്ലൊരു വ്യൂ ആണ്. രാവിലെ എഴുന്നേറ്റ് ജനൽ കർട്ടൻ മാറ്റി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ കാഞ്ചൻജംഗ ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ, മഞ്ഞൊക്കെ വീണിട്ട് നല്ലതായിട്ട്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഫോഗുള്ളത് കാരണം അത് മിസ്സായിട്ടോ, അത് കാണാൻ പാടാണ്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്ന ദിവസം ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടുതരാം. അങ്ങനെ രസമൊക്കെ തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വടക്കന്മാർക്കുണ്ടല്ലോ നമ്മുടെ കറികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നേരത്തെ വേറൊരു സ്ഥലത്തായിരുന്നു ക്വാർട്ടർ. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി വേറെ ക്വാർട്ടർ ഇട്ട്. ക്വാർട്ടറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരത്തെ നിന്നെടുത്തെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഏരിയ ആയിരുന്നു. അവിടെ ആ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാ ആൾക്കാരായിരുന്നു. അയ്യോ, അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീയേട്ടനിക്ക് കയറി വന്നു. സമയം 1 മണിയായി. എന്നാൽ പിന്നെ ശ്രീയേട്ടന് ചോറ് കൊടുക്കട്ടെ. ചേട്ടനാണെങ്കിൽ കറികളൊന്നും പ്രത്യേകം വേറെ പാത്രത്തിൽ വിളമ്പുന്ന ഇഷ്ടമല്ല. ചേട്ടനാണെങ്കിൽ ചോറ് വിളമ്പുന്ന പ്ലേറ്റിൽ തന്നെ കറികളെല്ലാം വേണം, നിർബന്ധമാണ്. അന്നേരം എനിക്കും എളുപ്പമല്ലേ, പാത്രം കഴുകണ്ടല്ലോ. അങ്ങനെ ശ്രീയേട്ടന് ചോറും കറികളും എല്ലാം വിളമ്പി. പിന്നെ രസമല്ല, പിന്നെ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു, വെളുത്തുള്ളി അയച്ചത്. അത് ഇവിടുത്തെ CSD. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.